ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററി സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാണ്. 1696 മുതൽ 1956 വരെ കേരളത്തിൽ ഒത്തിരി ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും അയിത്തത്തിൻ്റെയും ഇവിടെ നിന്നിരുന്ന ജാതിയുടെയും ഒക്കെ പ്രശ്നങ്ങളായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് സമരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് ഇൻസിഡൻസൊക്കെ നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ 1696 to 1956 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ 1921 വരെ മലബാർ കലാപം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വാഗൺ ട്രാജഡി ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് ആ വീഡിയോ കാണാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ എന്താണ്, എങ്ങനെയായിരുന്നു ആ സമയത്ത് കേരളത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസീസ് ബൈ അലീഷ. നമ്മൾ 1921 സംഭവമായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് അല്ലേ. അപ്പോൾ ഇനി വർഷം 1924. ഈ വർഷത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സമരമാണ് കൽപ്പാത്തി സമരം എന്ന് പറയുന്നത്. കൽപ്പാത്തി സമരത്തിൻ്റെ വർഷം ഏതാണ്? 1924. PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഇതിൻ്റെ വർഷവും പിന്നെ ആരുടെ ഏത് സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, ഇത്രയാണ് ഈ ഒരു സമരത്തെക്കുറിച്ച് നോർമലി ചോദിച്ച് കണ്ടേക്കുന്നത്. അപ്പോൾ കൽപ്പാത്തി എവിടെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഈ ഒരു സമരത്തിന് കാരണമായ സംഭവങ്ങൾ എന്താണ്? താഴ്ന്ന ജാതിക്കാരുടെ ക്ഷേത്ര പരിസരത്തിലെ അഗ്രഹാരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായിട്ട് നടത്തിയിട്ടുള്ള സമരമായിരുന്നു ഇത് കൽപ്പാത്തി സമരം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതായാലും നമ്മൾ കേൾക്കാൻ പോകുന്ന ഭൂരിഭാഗം സമരം അല്ലെങ്കിൽ സത്യാഗ്രഹമൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്ന അയിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. കൂടുതലും ജാതിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി നിലനിന്നിരുന്നു. ഇനി നമ്മളിപ്പോൾ വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പരീക്ഷകൾക്ക് ആവർത്തിക്കുന്നതും ചോദിക്കുന്നതും. അപ്പോൾ ഏത് സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ്? ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഈ സമരത്തിൽ ആനന്ദ ഷേണോയ്, വേദബന്ധു എന്ന വെങ്കിടാചലമയ്യർ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നത്. അപ്പോൾ ആനന്ദ ഷേണായി, വേദബന്ധു ആരുടെ നേതൃത്വത്തിലാണ്? ആര്യ സമാജത്തിൻ്റെ ലീഡേഴ്സാണ് ഇവരൊക്കെ. ആര്യ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് 1924 കൽപ്പാത്തി സമരം പാലക്കാട് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അടുത്തത് 1924 മുതൽ 1925 വരെ 603 ദിവസം നീണ്ടു നിന്നിട്ടുള്ള PSC പരീക്ഷകളുടെ ഫേവറേറ്റ് കൂടെ ആയിട്ടുള്ള ചരിത്രത്തിൽ തന്നെ, ഇപ്പം കേരള ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിലും ഇന്ത്യയിലെ തന്നെയും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വളരെയധികം റിലവൻ്റ് ആണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലുള്ള ചരിത്രത്തിലുള്ള അതിൻ്റെ ഒരു പ്രാതിനിധ്യം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടിയുണ്ട്. പിന്നെ 1924, ഇപ്പോൾ 2024 2025 എന്ന് പറയുമ്പോൾ 100 വർഷം ശതാബ്ദി തികയുന്ന വർഷം കൂടിയാണല്ലേ. അപ്പം PSC എക്സാമുകൾക്ക് അങ്ങനെയുള്ള രീതിയിലും ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിച്ചാൽ കേരള ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഈ വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഈ സത്യാഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസ്, അതുപോലെ നവോത്ഥാന നായകന്മാരൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നവോത്ഥാന നായകന്മാരാണെങ്കിൽ അവർ ജനിച്ചിട്ട് 100 വർഷം അല്ലെങ്കിൽ ജനിച്ചിട്ട് 200 വർഷം, മരിച്ചിട്ട് 100 വർഷം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർക്ക് സ്ട്രെസ്സ് കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ വർഷവും. ഇപ്പോൾ 2025 ഈ വർഷത്തെ എക്സാമുകൾക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസിൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം, ഓരോ സത്യാഗ്രഹവും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അയിത്തത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ ആണെന്നറിയാം. ക്ഷേത്രത്തിനുള്ളിലേക്കുള്ളതാണോ, ക്ഷേത്രത്തിൻ്റെ പുറത്ത് നടക്കാനുള്ള അവകാശത്തിനാണോ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, എല്ലാ ജാതിക്കാർക്കും പ്രവേശത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, ഇതെന്താണെന്നുള്ളൊരു ക്ലാരിറ്റി തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് അല്ലേ വൈക്കം എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഈ റോഡുകളിൽ പോലും ആർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല? അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം ആ സമയത്ത് അവസ്ഥ അല്ലേ. റോഡുകളിൽ, ക്ഷേത്രത്തിനകത്തല്ല, ഈ ഒരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിൽ പോലും അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉടലെടുക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ളൊരു സത്യാഗ്രഹം, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടന്നിട്ടുള്ള സത്യാഗ്രഹം എന്ന നിലയിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇതിൻ്റെ പീരീഡ്
ഇമ്പോർട്ടൻ്റ് ആണ്. 1924 സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും എത്ര കാലമാണെന്നൊക്കെ PSC മുൻവർഷ ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. 24 മാർച്ച് 30 തുടങ്ങിയിട്ട് 1925 നവംബർ 23 വരെ നീണ്ടു നിന്ന 603 ദിവസം നീണ്ടു നിന്നിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് TK മാധവൻ, KP കേശവമേനോൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, EV രാമസ്വാമി നായ്ക്കർ എന്നൊക്കെ തുടങ്ങിയവർ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ വ്യക്തികളും ഇതിന് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ TK മാധവനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കാം അല്ലേ. അപ്പം ഇതിന് ഇന്ത്യയിൽ ഈ വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തൊരു നേതാവാണ് TK മാധവൻ എന്ന് പറയുന്നത്. അപ്പം 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുണ്ട് അല്ലേ. കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം, നമ്മൾ കോൺഗ്രസിൽ സമ്മേളനങ്ങൾ ഓരോ വർഷവും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കേണ്ടതാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ 1923 എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? കാക്കിനഡ കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ഈ അയിത്തത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് TK മാധവൻ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പ്രധാന വിഷയമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നത് ഈ 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഫാക്റ്റാണ്. അങ്ങനെ ഇതുപ്രകാരമാണ് മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. സത്യാഗ്രഹത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും സവർണരും അവർണരുമായിട്ടുള്ള 3 പേര്, ഓക്കെ, ഓരോ ദിവസവും ഈ സവർണരും അവർണരുമായിട്ടുള്ള 3 പേര്, ഇവിടെ ആ സമയത്തൊരു ബോർഡ് ഉണ്ടായിരുന്നു, അവർണർക്ക് പ്രവേശനമില്ല, അറിയാണ്ട് ആരെങ്കിലും പ്രവേശിച്ചാലോ എന്ന് വെച്ചിട്ട് വൃത്തിയായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർണർക്ക് പ്രവേശനമില്ല. അപ്പം അങ്ങനൊരു ബോർഡിൻ്റെ പരിസരത്ത് ആ പരിധി അതിനപ്പുറത്തേക്ക് ലംഘിച്ചിട്ട് അവർണരായിക്കോട്ടെ ഇതിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ട് സവർണരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുക എന്നതായിരുന്നു ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്, സത്യാഗ്രഹം മുറ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് 3 സത്യാഗ്രഹികളാണ് ഓരോ ദിവസം അത് തെറ്റിക്കേണ്ടത്, ആ ഒരു ബോർഡർ തെറ്റിക്കേണ്ടത്. അപ്പം അങ്ങനെ 3 പേര് ആദ്യത്തെ ദിവസം തിരഞ്ഞെടുത്ത 3 പേരും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഗോവിന്ദപ്പണിക്കർ, ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികളിൽ നായർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഗോവിന്ദ പണിക്കരാണ് ഒന്നാമത്തെ വ്യക്തി. പിന്നെ പുലയ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കുഞ്ഞപ്പി, പിന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ബാഹുലയൻ. ഈ 3 പേരാണ്. അപ്പോൾ ഗോവിന്ദ പണിക്കർ, കുഞ്ഞപ്പി, ബാഹുലയൻ, ഈ 3 പേരാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ സത്യാഗ്രഹത്തെക്കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദ്യങ്ങളിൽ ആവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗത്തു നിന്ന് കുറച്ചധികം പോയിൻറ്റ്സ് നമ്മൾ പറയും. അപ്പം ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതി നോട്ടും കൂടെ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളടക്കം ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കാരണം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എനിവേസ്, സോ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠവും ഈ സത്യാഗ്രഹത്തിൻ്റെ ആശ്രമമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠവും സത്യാഗ്രഹത്തിന് ഒരു ആശ്രമമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗാന്ധിജിയൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം, കാരണം ഇതൊരു സമാധാനത്തിലാവും സവർണരുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അധികാരികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഗാന്ധിജി ഇടപെട്ടിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഈ സത്യാഗ്രഹം നിർത്തിവെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സമരം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. പക്ഷേ പിന്നീട് നടത്തുള്ള സമാധാന ചർച്ചകളൊന്നും അതൊരു സക്സസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 7 ഈ നിർത്തിവെച്ച സമരം പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. ലീഡേഴ്സിൻ്റെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞപ്പോൾ EV രാമസ്വാമി നായ്ക്കറുടെ പറ്റി പറഞ്ഞല്ലേ. അപ്പോൾ വൈക്കം വീരർ എന്ന പേരും കൂടെ അറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പങ്കെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാരോടൊപ്പം വന്നിട്ടാണ് EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹമാണ് വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ എത്തിയവരാണ് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ. സത്യാഗ്രഹ ആശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാലയൊക്കെ തുറന്നു കൊടുത്തുകൊണ്ടാണ് അവരവരുടെ സപ്പോർട്ട് അറിയിച്ചത്. പഞ്ചാബിൽ നിന്നത്തെ അകാലികൾ, അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് EV രാമസ്വാമി നായ്ക്കർ, പഞ്ചാബിൽ നിന്നത്തെ അകാലികളൊക്കെ ഇതിനെ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പരിശ്രമങ്ങളും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോബ ഭാവെ ഈ ഒരു വൈക്കം സന്ദർശിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 1924 ശ്രീനാരായണ ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിട്ട് സവർണ ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ്റെ. നമ്മൾ റിപ്പീറ്റഡ്ലി കേൾക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ 1924 നവംബർ 1 ഇപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലെ സവർണ ജാഥ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയുടെ ഒരു എവിടെ തൊട്ട് എവിടം വരികയെന്നുള്ളതൊക്കെ ആണെങ്കിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാഥയ്ക്കാണ് ആര് നേതൃത്വം കൊടുക്കുന്നത്? മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ എം ഇ നായിഡു ആണ്. ഓക്കെ, ഡോക്ടർ എം ഇ നായിഡു ആണ്. ഒരുപാട് ഫാക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട്. ഓക്കെ, അങ്ങനെ മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് ഇതുമായിട്ട് എല്ലാവരും കൂടെ നിവേദനമൊക്കെ സംഘടിപ്പിച്ചിട്ട് സമർപ്പിക്കുന്നത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. ഇപ്പോൾ ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്ക സമയത്ത്. കാരണം ഏകദേശം 2 വർഷത്തോളമൊക്കെ നീണ്ടു നിന്നിട്ടുള്ള ഒരു സത്യാഗ്രഹമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ തുടക്കകാലത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. എന്നാൽ അത് അവസാനിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഭരണാധികാരി മാറിയിട്ടുണ്ടായിരുന്നു. റീജൻ്റ് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് ഈ സവർണജാഥയുടെ ഭാഗമൊക്കെ ആയിട്ട് ഒരുപാട് പേര് നിവേദനമൊക്കെ സമർപ്പിക്കുന്നത് ഈ മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എക്സാമിന് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. നിയമസഭയിലെ തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് അവതരിപ്പിക്കുന്നത്? 1925 ഫെബ്രുവരിയിലെ എൻ കുമാരൻ. 1925 എൻ കുമാരനാണ് തിരുവിതാംകൂർ നിയമസഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു വോട്ടിന് അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് 21-നെതിരെ 22 വോട്ടിന് അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിന് റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാം. എൻ കുമാരൻ ഇതൊക്കെ ഒന്ന് കേട്ട് പോയാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫാക്ട്സ് പഠിക്കുമ്പം മറന്നൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടല്ലേ. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തീക്ഷ്ണതയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എലിമിനേഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു ഊഹത്തിലൊക്കെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ അത്രയധികം റിലവൻ്റ് ആണെന്ന് ആലോചിച്ചിരിക്കുക. 21-നെതിരെ ആ വോട്ടിൻ്റെ നമ്പർ അടക്കം കൊടുത്തിട്ട് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, 21-നെതിരെ 22 വോട്ടിനാണ് ഇത് പരാജയപ്പെടുന്നത്. പിന്നെയും ഒരുപാട് ഇൻസിഡൻസ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം 1925 നവംബർ 23-നാണ് തിരുവിതാംകൂർ ഭരണകൂടം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും കണ്ടീഷൻ ഉണ്ട് അല്ലേ. കിഴക്കേ നട ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നത് 1925 നവംബർ 23-നാണ്. എന്നാണ് ഇത് തുടങ്ങുന്നത്? 1924 മാർച്ച് 30-ന് തുടങ്ങി 1925 നവംബർ 23 വരെ നീണ്ടു നിന്നിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നത് 1928-ലാണെന്നും കൂടെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തത് നമ്മളിനി നോക്കാൻ പോകുന്നതാണ് 1930-ലെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ആണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യലും. ഒരുപാട് ഫാക്ട്സ് പഠിക്കുന്നത് തന്നെ നമുക്കിത് കാണുമ്പം ഇനിയിപ്പോൾ ഇത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പോയിന്റ്സ് ആണോ ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആണോ നമ്മൾ പഠിക്കും ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാക്സിമം മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളോ PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇത് പഠിച്ചതൊക്കെ വേസ്റ്റായി പോകും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം റീസെൻ്റായി നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് തരാമോ, സബ്ജക്റ്റ് വൈസ് വർക്കൗട്ട് ചെയ്ത് തരാമോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബുക്കാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ പ്രിയാമ്പിൾ വെബ്സൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, www.mypreamble.com എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഒരുപാട് കോഴ്സസുകളും മുന്നേ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളും കറണ്ട് അഫയേഴ്സിൻ്റെ മിസ്റ്റ് എന്നുള്ളൊരു പുസ്തകത്തെ പറ്റിയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഈ
2021 മുതൽ 2024 വരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറിയും മെയിൻസും എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പറയുമ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഹിസ്റ്ററി കേരള, ഇന്ത്യ, വേൾഡ്, അതിലെ ഈ ഡിഗ്രി ലെവൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സോർട്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ കേരള ഹിസ്റ്ററി, അതുമായിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്, അതിൻ്റെ ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആൻസർ കൊടുക്കുമ്പോൾ അനുബന്ധ വസ്തുതകളും അടക്കമുള്ള ഫാക്ട്സാണ് കൊടുക്കുന്നത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ എവിടെ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ സോഴ്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രാമൻ നമ്പിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കേരള ഹിസ്റ്ററി ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കുന്നതിനൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാലാണ് ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഏറ്റവും വരുത്തുന്നൊരു മിസ്റ്റേക്കാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ പഠിച്ചുള്ള ഫാക്ട്സ് ഒക്കെ ആകെ കൂടി കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. PSCയുടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇംഗ്ലീഷിലാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 890 ഷിപ്പിംഗ് ചാർജ് അടക്കം ഈ ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 2021 മുതൽ 2024 വരെ. അപ്പം ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, SIക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, LSGSനൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അല്ലേ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസും അടക്കം, ഇപ്പോൾ KS അടക്കം അതിലെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസും അടക്കം ടോപ്പിക് വൈസ് ആയിട്ട് നൽകിയിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ www.mypreamble.com എന്ന വെബ്സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പർ വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ 1930 നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള സംഭവമാണ് അല്ലേ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരാണ്? കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മെയിനായിട്ട് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ 1930 ഏപ്രിൽ 13 കേളപ്പൻ്റെ നേതൃത്വത്തിലെ 32 സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് ആരംഭിക്കുന്നത്. അങ്ങനെ ഏപ്രിൽ 13 തുടങ്ങിയിട്ട് ഏപ്രിൽ 21 പയ്യന്നൂരിലെ ഉപ്പ് നിയമം ലംഘിക്കുന്നത്. ഈ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞിരാമൻ അടിയോടി. അപ്പോൾ കുറേ ദിവസത്തെ ഉപവാസത്തിന് ശേഷം 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം അദ്ദേഹം ആ ഒരു ജയിലിൽ വെച്ചിട്ട് മരണമടയാണ് ഉണ്ടായത്. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മറ്റ് നേതാക്കളാണ് കേളപ്പനെ പറ്റി നമ്മൾ പറഞ്ഞു. P. കൃഷ്ണപിള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ. കേളപ്പൻ ഇതിൻ്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ ആവുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നേതൃത്വം ഏറ്റെടുക്കുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. പയ്യന്നൂര്, ഉളിയടത്തുകടവ്, ബേപ്പൂരൊക്കെയാണ് പ്രധാന കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മൃതി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉളിയത്തുകടവിലാണെന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പം ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോഡുകളിലെ അവർണർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സത്യാഗ്രഹം നടക്കുന്നത് അല്ലേ. അപ്പം ഈ വൈക്കം സത്യാഗ്രഹം ബാക്കി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഇങ്ങനത്തെ അയിത്തത്തിന് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കാനായിട്ട് കാരണം കൂടിയായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 24 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് പിന്നീട് നടന്നിട്ടുള്ള ഈ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ജാതി അനുസരിച്ച് വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കുക എന്നത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഉടലെടുക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലത്തെ ക്ഷേത്രമാണല്ലേ. അപ്പോൾ അതിൻ്റെ അന്നത്തെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ സാമൂതിരിമാർക്കായിരുന്നു. അവരാണ് ഈ ഒരു സവർണർക്ക് മാത്രം പ്രവേശനം അല്ലെങ്കിൽ റെസ്ട്രിക്ഷനൊക്കെ വെച്ചിരുന്നത് സാമൂതിരിമാരായിരുന്നു. അപ്പോൾ സാമൂതിരിമാർ ഇതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജനഹിത പരിശോധന, ജനങ്ങൾക്ക് അതിന് സമ്മതമാണോ എന്നൊരു ജനഹിത പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പൊന്നാനി താലൂക്കിലാണ്. അപ്പോൾ പൊന്നാനി താലൂക്കിലായിരുന്നു അന്ന് ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത്. സോ പൊന്നാനി താലൂക്കിലാണ്. അപ്പോൾ ഈ താലൂക്കിൻ്റെ പേര് എക്സാംസിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടത്തുകയും 77% സവർണരും ഇതിനെ അനുകൂലിക്കുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അനുകൂലിക്കുകയാണ്. സവർണർക്കും ഓക്കെ ആയിരുന്നു, പക്ഷേ സാമൂതിരി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ്
കേളപ്പൻ എന്ന് പറയുന്നത് സമരസമിതി, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു സമരസമിതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമരസമിതിയുടെ അധ്യക്ഷനാവുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് അറിയപ്പെടുന്നത് AK ഗോപാലൻ, AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റൻ. P കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുറഹിമാൻ സാഹിബ് തുടങ്ങിയ വ്യക്തികളൊക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് 1932 നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ തിരുവിതാംകൂറത്തെ ഓരോ സംഭവങ്ങൾ നോക്കി. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂർ ഭാഗത്തൊക്കെ ആയിരുന്നു കൂടുതലും അതിൻ്റെ സംഭവങ്ങൾ നമ്മൾ കണ്ടത്. അങ്ങനെ ഓരോ ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് അങ്ങനെ ഓരോ സംഭവം കേരളത്തിലത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം തിരുവിതാംകൂറിൽ 1932 നടക്കുന്നതാണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ സമിതിയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈഴവർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ എന്നിവരുടെ സംയുക്ത സംഘടന. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തിരുവിതാംകൂറിൽ അവർക്കും കൂടെ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നിയമസഭയിലും സർക്കാരിൻ്റെ നിയമനങ്ങളിലൊക്കെ ന്യായമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഈഴവർക്കും മുസ്ലിമുകൾക്കും ക്രൈസ്തവർക്കും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടൊരു നിയുക്ത സമിതി രൂപീകരിക്കുന്നത്. അവർ തന്നെയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നയിക്കുന്നതും. അപ്പം ഈ നിവർത്തന എന്നുള്ളൊരു വാക്ക്, നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് IC ചാക്കോ ആണ്. പ്രശസ്ത പണ്ഡിതനായിട്ടുള്ള IC ചാക്കോ ആണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. അങ്ങനെ ഇതിനായിട്ട് 1932 ഓൾ ട്രാവൻകൂർ ജോയിൻറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ C കേശവൻ, NV ജോസഫ്, TM വർഗീസ്, P കുഞ്ഞു തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെയും കൂടെ ഈ ഒരു പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ. ഇപ്പോൾ പിന്നീട് നമുക്കറിയാം കേരളം രൂപീകരിക്കുമ്പോൾ 1956 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറുന്നത് ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് 1936 1932 തുടങ്ങിയിട്ടുള്ള ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണറാണ് GD നോക്സ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം എന്നൊക്കെ വിളിക്കപ്പെടുന്നതാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നൊക്കെ അറിയപ്പെടുന്നതും കൂടെ പത്രമാണ് കേരള കേസരി. ഓക്കെ, അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1956 അല്ലെങ്കിൽ അതിൻ്റെ മുൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്ന 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ രൂപീകരിക്കാനായിട്ട് കാരണമായിട്ടുള്ളത് 32 തുടങ്ങിയിട്ടുള്ള കുറേ വർഷത്തോളം നീണ്ടു നിന്ന ഈ നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണല്ലേ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലി എനിക്ക് പഠിക്കുമ്പോൾ ക്ഷേത്രപ്രവേശനം, വൈക്കത്ത് ക്ഷേത്രത്തിനുള്ള റോഡുകൾ തുറന്നു കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ 1925 നമ്മൾ അങ്ങനെ പറഞ്ഞു. ഇനി തിരുവിതാംകൂറത്തെ എല്ലാ റോഡുകളും 28 തുറന്നു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ചെറിയ ചെറിയ വാക്കുകൾ? റോഡുകളാണോ തുറന്നു കൊടുത്തത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തോട്ടാണോ പ്രവേശനം എന്നുള്ള കാര്യങ്ങളൊക്കെ അതും കൂടെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിലാണ് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. 1936 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. വിളംബരം പുറപ്പെടുവിക്കുന്നത് 1936 നവംബർ 12 ഡേറ്റ് അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ് അപ്പോൾ തിരുവിതാംകൂർ ഭരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം തന്നെയാണ് വിളംബരം പുറപ്പെടുവിക്കുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ സർക്കാർ നിയന്ത്രിത ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും ജാതി വ്യത്യാസമില്ലാതെ പ്രവേശത്തിന് തുറക്കുക. അപ്പോൾ മുന്നേ 1925 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ റോഡ് എല്ലാവർക്കും തുറന്നു കൊടുത്തു എന്നുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ റിസൾട്ടായിട്ട് പറയുന്നത്. 1928 എന്താ സംഭവിച്ചത്? തിരുവിതാംകൂറത്തെ എല്ലാ ക്ഷേത്രത്തിൻ്റെ റോഡുകളും എല്ലാ വർണ്ണർക്കും ഒക്കെ ആയിട്ട് തുറന്നു കൊടുക്കുന്നതാണ് 1928. 36 എന്താണ്? ക്ഷേത്രത്തിനകത്തോട്ട് റോഡുകളിൽ മാത്രമല്ല എല്ലാ സർക്കാർ നിയന്ത്രിത ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും ജാതി വ്യത്യാസമില്ലാതെ തുറന്നു കൊടുത്ത സംഭവമാണ് 1936 നവംബർ 12 പുറപ്പെടുവിക്കുന്ന ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിക്കുന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തേക്കാണ്.
ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് സി രാജഗോപാലാചാരി ഈ ഒരു വിളംബരത്തെ വിലയിരുത്തിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 36 തിരുവിതാംകൂർ വന്നു. പക്ഷേ പിന്നെയും 10-11 വർഷം എടുത്തു കൊച്ചിയിലും മലബാറിലൊക്കെ ഇതിന് സമാനമായിട്ടുള്ള വിളംബരങ്ങൾ പുറപ്പെടുവിക്കാൻ. 1947 ഡിസംബർ 22-നാണ് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. പ്രാബല്യത്തിൽ വന്നത് 1948-ലാണ്. അപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ 1947-ലാണ് മദ്രാസ് ക്ഷേത്രപ്രവേശന നിയമപ്രകാരം മലബാർ പ്രദേശത്തേക്കും ക്ഷേത്രപ്രവേശന നിയമം വ്യാപിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു വർഷത്തെയും ഇതിനോടനുബന്ധിച്ചുള്ള വർഷത്തെയും റെലവൻസ് എന്ന് പറയുന്നത്. ഇനി 1938-ലാണ് ഉത്തരവാദിത്ത പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടക്കുന്നത്. ഇപ്പോൾ 1935 നമ്മൾ ഇന്ത്യ ചരിത്രം പഠിച്ചതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിലെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നാട്ടുരാജ്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അവിടുത്തെ ജനങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഉത്തരവാദിത്ത പ്രക്ഷോഭം തിരുവിതാംകൂറിൽ 1938 മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1938-ലാണ്. ഒരുപാട് വർഷത്തെ ഒരു പോരാട്ടത്തിൽ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് മെമ്മോറിയലൊക്കെ സമർപ്പിക്കപ്പെടുന്നുണ്ട്. നെയ്യാറ്റിങ്കര വെടിവെപ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു അല്ലേ. ഇപ്പം നോർമലി പ്രസിഡന്റ്, അധ്യക്ഷൻ എന്നുള്ള പേരുകളാണ് അതിൻ്റെ ഹെഡിനെ നമ്മൾ നോർമലി കേട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കോൺഗ്രസിൻ്റെ അവരെ പ്രസിഡന്റ് എന്നുള്ളൊരു പദവിക്ക് പകരം ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ സർവാധിപതി എന്നൊരു പേരോടെയാണ് രൂപീകരിക്കുന്നത്. സർവാധിപതി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ. അപ്പം അതിൻ്റെ ആദ്യത്തെ ഡിക്റ്റേറ്റർ ആകുന്ന വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. ഓക്കെ, 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്റർ, സർവാധിപതി, പ്രസിഡന്റിനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു സമാനമായിട്ടുള്ള ഒരു പദവിയാണ്. ആദ്യത്തെ വ്യക്തിയാവുന്നത് ആരാണ്? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വദേശമായിട്ടുള്ള നെയ്യാറ്റിൻകരയിൽ അറസ്റ്റിനെതിരെ ഒരുപാട് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങളൊക്കെ, പോലീസ് കമ്മീഷണറുടെ കാറും ഒക്കെ ജനങ്ങൾ കത്തിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇതിന് വെടിവെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് രാഘവൻ എന്നൊരാൾക്ക് മരണമടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. ഇപ്പോൾ ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും കൂടിയാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി 1938 തന്നെ ഈ ഉത്തരവാദിത്ത പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിൻ്റെ 12ാമത്തെ സർവാധിപതി അല്ലെങ്കിൽ 12th ഡിക്റ്റേറ്റർ ആവുന്ന വ്യക്തിയാണ് അക്കാമ ചെറിയാൻ. അപ്പം അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിൽ 1938 ഒക്ടോബർ 23-ന് നടന്നിട്ടുള്ളതാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാജധാനി മാർച്ച്. ഓക്കെ, രാജധാനി മാർച്ച് 1938-ലാണ് കല്ലറ പാങ്ങോട് സമരവും കടക്കൽ സമരവും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങളാണ് ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ അത്രയും വളരെയധികം ഡീപ്പായിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും 38-ലാണെന്നുള്ളതും ബേസിക്കായിട്ട് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, 1938-ആണ് കല്ലറ പാങ്ങോട് സമരം നടക്കുന്നത്. കല്ലറ എന്ന് പറയുമ്പം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്, നെടുമങ്ങാട് താലൂക്കിലാണ്. കല്ലറ ചന്തയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്, സമരമാണ് ഈ കല്ലറ പാങ്ങോട് സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ജില്ലയാണ്, ഏതാണ് വർഷം എന്നുള്ളതാണ് കൂടുതലും ചോദിച്ച് കണ്ടേക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കടക്കൽ സമരം, കടക്കൽ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അവിടെ നടക്കുന്നൊരു സമരമാണ് 1938 കടക്കൽ സമരം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് കേരളത്തിൻ്റെ നോർത്തേൺ ഭാഗത്തിലോട്ട് തന്നെ, വടക്ക് ഭാഗത്തോട്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇനി 1940-ലാണ് മൊറാഴ സമരം നടക്കുന്നത്. അപ്പോൾ മൊറാഴ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ 1940 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് സാധനങ്ങളുടെയൊക്കെ വില ഒക്കെ കുത്തനെ ഉയരുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെതിരെയാണ് മെയിനായിട്ട് ഒരു പ്രതിഷേധ സമരം. ഉപയോഗ സാധനങ്ങളുടെയൊക്കെ വില ഇങ്ങനെ കുത്തനെ ഉയർന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് ഒരു പ്രതിഷേധമാണ് ഈ സെപ്റ്റംബർ 15 1940 ഒരു പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെയും കർഷകരുമൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വിലക്കൂടുതലിൻ്റെയൊക്കെ ഭാഗമായിട്ട് KPCCയും കർഷക സമിതിയൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ദിനം അവർ ഒരു സമ്മേളനം, ഒരു ദിനം, ഒരു പ്രതിഷേധ ദിനം അവർ ആചരിക്കുന്നത്. എന്നാൽ പോലീസ് ഈ ഒരു സമ്മേളനം നിരോധിക്കാനുണ്ടായത്. പോലീസ് സ്വാഭാവികമായിട്ട് ലാത്തിച്ചാർജ് നടത്തി, പ്രതിഷേധക്കാർ പ്രതികരിച്ചു. 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് KPR ഗോപാലിനെ കൊലപാതക കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പോൾ ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് KPR ഗോപാലിനെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്? മൊറാഴ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1940 കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ. ഈ ഒരു ഭാഗമാണ് റിപ്പീറ്റഡ്ലി
അപ്പോൾ മഹാത്മാഗാന്ധി ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു മരണശിക്ഷയിൽ നിന്നും KPR ഗോപാലിനെ ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റാണ് 1940 മൊറാഴ സമരം എന്ന് പറയുന്നത്. ഇനി 1941 ഫേമസ് ആയിട്ടുള്ള കയ്യൂർ സമരം അരങ്ങേറുന്നത്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ. അപ്പോൾ കയ്യൂർ സമരം അരങ്ങേറുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഈ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അപ്പം കാസർഗോഡ് ജില്ലയിലെ കർഷക തൊഴിലാളികളും പ്രാദേശിക കമ്മ്യൂണിസ്റ്റും ഒക്കെ അവരൊക്കെ കൂടി നേതൃത്വം കൊടുത്തിട്ടാണ് അവരുടെ അവകാശത്തിനൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിമാർക്കൊക്കെ എതിരെ അവരുടെയൊക്കെ അവകാശങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നേതൃത്വത്തിനെതിരെ നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ കയ്യൂർ സമരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് മലബാറിലെ കർഷക തൊഴിലാളികളിലെ അവകാശങ്ങളെ പറ്റി ഒരു ബോധം ഉണ്ടാക്കാനൊക്കെയായിട്ട് ഒത്തിരി സഹായിച്ചു 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപവൽക്കരണം. അങ്ങനെ 1941 കയ്യൂർ ഭാഗത്ത് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഒരാൾ കല്ലേറിൽ കൊല്ലപ്പെട്ടു. സമരത്തിൽ പങ്കെടുത്ത 61 പേരോളെ ഏകദേശം അറസ്റ്റ് ചെയ്തു. ഇവരിൽ 4 പേർക്ക് മരണശിക്ഷയും ഒരു ആൾക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത 5 വ്യക്തികൾ മദത്തിൽ അപ്പു, കുന്നമ്പു നായർ, ചിറുകണ്ഠൻ, അബൂബക്കർ എന്നിവരെ തൂക്കിക്കൊന്ന ദിനമാണ് 1943 മാർച്ച് 29 എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് പ്രായം കുറവായിരുന്നു, മൈനറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജീവപര്യന്തം തടവ് വിധിച്ച് തൂക്കൽ ശിക്ഷയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാണ് ഉണ്ടായത്. 1900 മാർച്ച് 29 ഈ ഒരു ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ തൂക്കിക്കൊന്നൊരു ദിവസമാണ്. ഇവരുടെ ഈ നടപടികൾ 1941 ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ വിചാരണ ഇങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിന്ന് ഒരുപാട് ജനമൊക്കെ പ്രതിഷേധങ്ങളും ഒരുപാട് ലീഡേഴ്സും നേതാക്കളൊക്കെ ഇവരെ ഈ വധശിക്ഷയിൽ നിന്ന് അവർക്കും വിമുക്തി നേടാനായിട്ട് ഒരുപാട് പേര് പരിശ്രമിച്ചെങ്കിലും അത് ആ ഒരു പരിശ്രമമൊക്കെ വിഫലമാവാണ് ഉണ്ടായത്. ഇവരെല്ലാവരും തൂക്കിക്കൊല്ലാണ് ഉണ്ടായത്. തൂക്കിക്കൊല്ലുക മാത്രമല്ല, ഇവരുടെ ഒന്നും മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുമില്ല. കയ്യൂർ സമരം പ്രമേയമാക്കിയിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. മീനമാസത്തിലെ സൂര്യൻ എന്നാണ് സിനിമയുടെ പേര്. കയ്യൂർ സമരം പ്രമേയമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. ഓക്കെ. പിന്നെ ഇതേ പ്രമേയം അടിസ്ഥാനമാക്കിയിട്ട് ഒരു നോവൽ രചിക്കപ്പെട്ടിട്ടുണ്ട്, ചിരസ്മരണ എന്നൊരു നോവൽ. അത് കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന എന്ന് പറയുന്ന കന്നഡ സാഹിത്യകാരനാണ് ചിരസ്മരണ എന്ന നോവൽ കയ്യൂർ സമരം പ്രമേയമാക്കിയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് 1941 കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നടന്നിട്ടുള്ള കനലെരിയുന്ന കയ്യൂർ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി 1942 നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നുണ്ട് അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കീഴാരിയൂർ ബോംബ് കേസ്. അപ്പോൾ കീഴാരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ മാറി മാറി ചോദിക്കാറുള്ളതാണ് ഈ കീഴാരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. 1942 നവംബർ 17 ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിർമ്മിച്ച ബോംബുകൾ ഉപയോഗിച്ച് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട്. അതാണ് കീഴാരിയൂർ ബോംബ്. അതുമായി ബന്ധപ്പെട്ട കേസൊക്കെയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെ 13 പേരെ കുറ്റക്കാരെ. അപ്പോൾ ഡോക്ടർ KB മേനോൻ എന്ന പേര് ആലോചിച്ചിരിക്കുക. കീഴാരിയൂർ ബോംബ് കേസ്, ആ ഒരു പേര് KBയുടെ ഇനീഷ്യലായിട്ട് വിചാരിച്ചാൽ മതി. വളരെ കണക്ട് ചെയ്യാനായിട്ട് അങ്ങനൊരു ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈസിയാണ് പഠിക്കാൻ അല്ലേ. 1942 വർഷം 1946. അപ്പം നമ്മൾ വടക്കേ കേരളത്തിലൊക്കെ കുറേ ഇൻസിഡൻറ്റിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് താഴോട്ട് വന്നിരിക്കുകയാണ്. പുന്നപ്ര വയലാർ സമരം. അപ്പോൾ എവിടെയാണ് പുന്നപ്ര വയലാർ? ആലപ്പുഴ ജില്ലയിലാണ് അല്ലേ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. 1946 ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം തിരുവിതാംകൂറിൻ്റെ കീഴിലാണ് ആ ഭരണപ്രദേശങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ CP രാമസ്വാമി അയ്യരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരൊക്കെയാണ് മെയിനായിട്ട് ഈ പുന്നപ്ര വയലാർ സമരം അരങ്ങേറുന്നത്. 1945 ഈ അമേരിക്കൻ മോഡൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഭരണപരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത്. മെയിനായിട്ട് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ
ദിവാൻ്റെ പവർ, അദ്ദേഹത്തിൻ്റെ തന്നെ പവർ, ഭയങ്കര അധികാരമുള്ള ഒരു പ്രസിഡൻറ്റിൻ്റെയൊക്കെ പവർ പോലെ അത്രയ്ക്കും അധികാരമുള്ള ഒരു പവറാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഭരണ പരിഷ്കാരത്തിൽ ഉണ്ടായിരുന്നത്. വേറെ മണ്ഡലസഭ ഒരുപാട് പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ഈ ഒരു സമരം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നൊരു മുദ്രാവാക്യം ഏത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്? പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പോലീസുമായിട്ടും അവിടെ പ്രതിഷേധിച്ചുള്ള സമരക്കാരുമായിട്ടും ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. പുന്നപ്രയിൽ ഈ കൂട്ടഹത്യ നടക്കുന്നത് 1946 ഒക്ടോബർ 24 3 ദിവസം കഴിഞ്ഞ് വയലാറിൽ പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് 1946 ഒക്ടോബർ 27 അപ്പോൾ ഇതാണ് 1946 പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഇനി 1946 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സമരങ്ങൾ ഇതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർഷവും അത് ഏത് ജില്ലയിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒത്തിരി ഡീപ്പായിട്ട് അധികം ചോദിക്കാറില്ല, പക്ഷേ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടംകുളം സമരം 1946. അപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവർണർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുടയിലാണ് കൂടൽമാണിക്യം ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പരിസര റോഡുകളിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്നിട്ടുള്ളതാണ് 1946 കൂടൻകുളം സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ഒരു സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം PK കുമാരൻ മാസ്റ്ററും PK ചാത്തൻ മാസ്റ്ററും ശാരദ കുമാരനൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. SNDP, സമസ്ത കൊച്ചിൻ പുലയ മഹാസഭ, സമുദായ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ ഇതിനുണ്ടായിരുന്നു. അങ്ങനെ ഇനി 1946 കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മറ്റൊരു ഇൻസിഡൻ്റാണ് കരിവള്ളൂർ സമരം. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ചിറക്കൽ ഗോവിലകത്തെ ജന്മിമാർ കർഷകരിൽ നിന്ന് നെല്ല് പിടിച്ചെടുത്ത് രാജഭവനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇതിനെതിരെ നടന്ന പോരാട്ടങ്ങളായിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് കരിവള്ളൂർ സമരത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് AV കുഞ്ഞമ്പു ഒക്കെ. അപ്പോൾ AV കുഞ്ഞമ്പൻ്റെ ഭാര്യയായിട്ടുള്ള K ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത്. മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കരിവള്ളൂർ സമര നായിക ആരാണ്? ഈ AV കുഞ്ഞമ്പുവിൻ്റെ ഭാര്യയായിട്ടുള്ള K ദേവയാനിയാണ്. അതേ വർഷം നടന്നിട്ടുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലെ തോൽവിറക് സമരം 1946 ചീമേനി, കാസർഗോഡ് ജില്ല. മുദ്രാവാക്യമാണ് തോലും വിറകും ഞങ്ങളെടുക്കും കാലിൻ വന്ന് തടുത്താലും. അപ്പം കാർത്യായനി അമ്മയാണ് ഈ ഒരു സമരത്തിൻ്റെ നായികയായിട്ട് അറിയപ്പെടുന്നത്. കരിവള്ളൂർ സമര നായികയായിട്ട് അറിയപ്പെടുന്നത് ദേവയാനിയാണ്. തോൽവിറക് സമരത്തിൻ്റെ നായികയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കാർത്യായനി അമ്മയാണ്. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ തോൽവിറക് സമരം തന്നെയാണ്. 1946 പുന്നപ്ര വയലാർ നമ്മൾ നോക്കി, കൂട്ടക്കുളം സമരം നോക്കി, കരിവെള്ളൂർ തോൽവിറക് സമരം. ഇനി കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളതാണ് ഇത് ഐക്യ കേരള പ്രസ്ഥാനമാണ്. ഇതിന് ശേഷം കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ PSC പരീക്ഷകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതും കുറച്ച് വാസ്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ 1696 പുലപ്പേടിയിൽ നിന്ന് തുടങ്ങിയിട്ട് 46 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഈ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതല്ല ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളിടുന്ന ഓരോ കമൻറ്റുമാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച് for watching. Have a good day.